ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം തേടി വിജിലൻസ് 45 ദിവസം കൂടി വേണമെന്നാണ് ആവശ്യം. ഇത് സംബന്ധിച്ച കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മെയ് 6 മാറ്റി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നുവല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം കൂടുതൽ തേടുന്നു വിജിലൻസ്? ഇത് രണ്ട് കേസുകളാണ്, അല്ലെങ്കിൽ രണ്ട് തരം പരിശോധനകളാണ്. ഒന്ന്, വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വിജിലൻസ് ഡയറക്ടർ നേരത്തെ ഈ പറയുന്ന രീതിയിൽ ക്ലീൻ ചിറ്റ് നൽകി റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഈ അജിത് കുമാറിനെതിരെ പി ശശിക്കുമെതിരായ PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നെയ്യാറ്റിൻകര P നാഗരാജ് നൽകിയ ഹർജിയിലാണ് ഇതിപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വിജിലൻസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. വിജിലൻസ് DYSP ആണ് അന്വേഷണം പൂർത്തിയാകുന്നതുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി 45 ദിവസം കൂടി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി മെയ് 6 മാറ്റിയിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഒക്ടോബർ 1 ഈ ഹർജി വീണ്ടും കോടതി പരിഗണിച്ചൊരു സമയമുണ്ടായിരുന്നു. അന്ന് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കോടതി കേസ് പരിഗണിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന അന്വേഷണ DYSP ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കാൻ കൂടുതൽ ദിവസം വേണമെന്നൊരു നിലപാടെടുക്കുന്നതും ആ നിലപാടിനനുസരിച്ച് കോടതി ഹർജി മെയ് 6 മാറ്റുന്നത്. വിവരങ്ങൾ നൽകിയത് പ്രജിത് മോഹനൻ.